ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ സദാശിവൻ, ഫയർ ആൻഡ് സേഫ്റ്റി ട്രെയിനറാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമേ തന്നെ ഒരു 10 വീഡിയോ ജനറൽ സേഫ്റ്റി അവയർനെസ്സിനെ പറ്റി തന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 20 വീഡിയോ ഫയർ സേഫ്റ്റി അവയർനെസ്സിനെ പറ്റി തന്നിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു 20 വീഡിയോ ഇലക്ട്രിക്കൽ സേഫ്റ്റി പറ്റി തന്നിരുന്നു. അപ്പോൾ ഇതെൻ്റെ ഒരു കണ്ടിന്യൂസ് എഡ്യൂക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാമാണ്. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും ഒരു പ്രയോജനകരമായിട്ടുള്ള സബ്ജക്റ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ വേണ്ട ഒരു പുതിയ ചാപ്റ്റർ ഞാൻ തുടങ്ങിയിരിക്കുകയാണ്. അതാണ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി. അപ്പോൾ അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, എന്തുമാത്രം ആക്സിഡൻസ് ആണ് ഇൻഡസ്ട്രീസിൽ വന്നുകൊണ്ടിരിക്കുന്നത്, ഡിസാസ്റ്റർ കണ്ടീഷനൊക്കെ. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ഉള്ളത് അതിൽ 1-2 എക്സാമ്പിൾ ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന് നമ്മുടെ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, അതാണ്ട് ഒരു 10-15,000 ആൾക്കാരുടെ ലൈഫ് പോയി. അതിൽ 50,000 ആൾക്കാരുടെ എപ്പോഴും ട്രീറ്റ്മെൻറ്റിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പൈപ്പർ ആൽഫ, ഒരു ഓയിൽ റിഫൈനറിയിലുള്ള ഓയിൽ റിഗിലുള്ള എക്സ്പ്ലോഷൻ കാരണം 156 പേരുടെ ലൈഫ് പോയി. അതുപോലെ തന്നെ കുറേ പേർക്ക് ഇഞ്ചുറീസ് ആയി. അതേപോലെ തന്നെ നമ്മൾ റീസെൻ്റ്ലി നമ്മുടെ വിശാഖപട്ടണത്ത് ഒരു LG പ്ലാന്റിൽ ഗ്യാസ് ലീക്കേജായി 11 പേരുടെ ലൈഫും പോയി. 10,000-ൽ കൂടുതൽ ആൾക്കാർ ഇതുപോലെ ഇഞ്ചുറീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു. ഞാനൊരു കൺസ്ട്രക്ഷൻ സൈറ്റിലായിരുന്നപ്പോൾ അവിടെ ഇതുപോലെ കണ്ടമാനം ആക്സിഡൻറ്റ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം സേഫ്റ്റി മാനേജ്മെൻറ്റ് വന്ന ശേഷം അത് വളരെ കുറഞ്ഞു. അപ്പോൾ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി മാനേജ്മെൻറ്റ് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. അതിനൊരുപാട് ജോലി സാധ്യതയാണ്. എന്നാൽ ഇതിന് വേണ്ടിയിട്ടുള്ള സഫീഷ്യൻറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരില്ല എന്നതാണ് എൻജിനീയറിംഗ് ലെവലിലുള്ള രീതിയിൽ. അപ്പോൾ അത് കാരണം ഇത് ആർക്ക് വേണമെങ്കിലും പോകാം. ഒരു ചെറിയ 10ാം ക്ലാസ് വിദ്യാഭ്യാസം മുതൽ ITI, അതുപോലെ എൻജിനീയറിംഗ് ഡിഗ്രി, ഡിപ്ലോമ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ആണ് കിട്ടണത്. അതിൽ വളരെയധികം ജോബ് ലാഡേഴ്സ് പോലെ പ്രൊമോഷൻ സ്കോപ്പൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണ ജോലി വളരെ ഒരു പുണ്യപ്രവൃത്തിയാണ്. അതായത് ആൾക്കാരുടെ ജീവൻ രക്ഷിക്കുന്നു, പ്രോപ്പർട്ടി നമ്മൾ സേവ് ചെയ്യണം. മാത്രമല്ല ഇതൊരു വൈറ്റ് കോളർ ടൈപ്പ് ജോബാണ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഈ സേഫ്റ്റി ഏരിയ ഇന്ന് വളരെ ബൂമായിക്കൊണ്ടിരിക്കുകയാണ്. പർട്ടിക്കുലർലി ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വൈഡ് സബ്ജക്റ്റ്, വളരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോലിക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയാണ്, എല്ലാ ഫീൽഡിലും ആവശ്യമാണ്. അപ്പോൾ ഞാനിതിനെപ്പറ്റി ഇനി കൂടുതൽ അങ്ങോട്ട് പറഞ്ഞ് സമയം കളയണില്ല. നമുക്കിന്ന് എന്തോന്നാണ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി അല്ലെങ്കിൽ HSE എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം നമുക്കറിയണം. അപ്പോൾ കഴിഞ്ഞ എൻ്റെ ജനറൽ സേഫ്റ്റി അവയർനെസ്സിനെ പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. വാട്ട് ഈസ് എ സേഫ്റ്റി? അപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി ഈസ് ഫ്രീഡം ഫ്രം എനി ഡേഞ്ചറസ് കണ്ടീഷൻ. അതായത് എന്തെങ്കിലും ഒരു ഡേഞ്ചറസ് കണ്ടീഷനിലേക്ക് നമുക്ക് ഫ്രീഡം ഉണ്ടായിരിക്കണം. അതാണ് സേഫ്റ്റിയെ പറ്റി. അപ്പോൾ അത് ഈ സേഫ്റ്റിയുടെ ഹാബിറ്റ് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അത് പക്ഷി മൃഗാദികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു കോഴിയുടെയും കാര്യങ്ങൾ വേണമെങ്കിൽ ഒന്നുകൂടെ ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യാം. ഒരു വീട്ടിൽ ഒരു കോഴി, തള്ളക്കോഴിയുണ്ട്, കുറേ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ തള്ളക്കോഴി ഇങ്ങനെ ജരമാന്തി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, അത് തിന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നൊരു കഴുകൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തള്ളക്കോഴി ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കുമ്പോൾ കുഞ്ഞുങ്ങളെല്ലാം അതിൻ്റെ അടിയിൽ, ചിറകിൻ്റെ അടിയിൽ വന്ന് ഒളിക്കണം. ഇനി ഏതെങ്കിലും ഒരു കുഞ്ഞ് ഈ നിയമം പാലിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ അതിനെ ആയിരിക്കും കഴുകാൻ കൊണ്ടുപോകണം. ഇതൊക്കെ നമ്മൾ സാധാരണ കാണുന്നതാണ്. അതുപോലെ തന്നെ അപ്പം അതിനെന്താ വെച്ചാൽ സേഫ്റ്റി റൂള് ഈ കോഴികളിൽ നിന്ന് തന്നെ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ആ നിയമം പാലിച്ചില്ലെങ്കിൽ അവർക്ക് ഇതുപോലെ ഡാമേജ് വരും, ലൈഫ് പോകും. അതുപോലെ തന്നെ കുരങ്ങന്മാരെ കണ്ടിട്ടോ ഞാൻ പറഞ്ഞു ഇൻഡസ്ട്രിയിൽ ഇതിൽ ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് അത് ചാടുമ്പോൾ അതിൻ്റെ വാലൊന്ന് കെട്ടി തൂങ്ങിയിട്ടാണ് നോക്കും. അത് അടുത്ത ഇതിലേക്ക് എത്തിയില്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ വീഴരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സേഫ്റ്റി ബെൽറ്റിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ നമുക്ക് വിവരമുള്ള ആൾക്കാരാണ് അതിന് അത് കുരങ്ങിനെ സംബന്ധിച്ചോളം അതിൻ്റെ ഗോഡ് ഗിഫ്റ്റായിട്ടിരിക്കുന്ന സേഫ്റ്റി ബെൽറ്റ് ഉപയോഗിക്കുന്നത് നമ്മൾ ഉപയോഗിക്കേണ്ട സേഫ്റ്റി ബെൽറ്റാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പം നമുക്ക് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫ്രീഡം ഫ്രം എനി ഡേഞ്ചറസ് കണ്ടീഷൻ മാത്രം പോരാ. നമുക്ക് കുറച്ചുകൂടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് ചെയ്യണം. അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു. വാട്ട് ഈസ് അസോർഡ്? അസാർഡ് എന്ന് പറഞ്ഞാൽ എനിത്തിങ് വിച്ച് ക്യാൻ ഗെറ്റ് ഹാംഫുൾ ടു അസ്. നമുക്ക് എന്തെങ്കിലും ഹാനികരമായി സംഭവിക്കുന്ന കാര്യത്തിലാണ് അസാർഡ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഹാനികരം സംഭവിക്കാം.
അതല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ യാത്ര ചെയ്യുമ്പോൾ അതുപോലെ ഹാനികരമായിട്ട് സംഭവിക്കാം. അങ്ങനെ പല ടൈപ്പ് അത് ഹസാർഡ്സ് ഉണ്ട്. ഇപ്പോൾ എൻവയോൺമെൻറ്റ് ഹസാർഡ്സ് ഉണ്ട്, നമുക്ക് നോയ്സ് ഹസാർഡ് ഉണ്ട്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ വരുമ്പോൾ ടെമ്പറേച്ചർ ഹസാർഡ്സ് ഉണ്ട്, പൊല്യൂഷൻ വരുമ്പോഴത്തേക്കും സ്മോക്ക് ഹസാർഡ്സ്, അതുപോലെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും മോളിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഫോളിങ് ഹസാർഡ്സ്, ഇങ്ങനെ പല ടൈപ്പ് ഹസാർഡ്സാണ്. അപ്പോൾ നമ്മളത് ഇപ്പം നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു സേഫ്റ്റിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതിൽ എന്തെല്ലാം ടൈപ്പ് ഹസാർഡാണ് വരണേ എന്നുള്ളതിനെപ്പറ്റി, അതിലെന്തെങ്കിലും വരാണ്ടിരിക്കണം, അതിനെപ്പറ്റി അനലൈസ് ചെയ്യണം. അത് അനലൈസ് ചെയ്ത് അതിനെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ പറ്റുക പ്രിവെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യുക, കംപ്ലീറ്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് സേഫായിട്ട് അവർക്ക് വർക്ക് ചെയ്യത്തക്ക രീതിയിലാക്കുക. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്തളയാം. ഇനി നമ്മളിപ്പോൾ വെൽഡിങ് ജോബൊക്കെ സാധാരണ കാണുന്നതാണ്. അപ്പോൾ വെൽഡിങ് ജോബ് ചെയ്യുമ്പോൾ ആ വെൽഡിങ് ജോബിൽ ഒരുപാട് ഹസാർഡ്സ് ഉണ്ട്. അതായത് ഒന്ന് നമ്മൾ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇലക്ട്രിക് വെൽഡിങ് ആണ്, ഷോക്ക് അടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ വെൽഡിങ് ഫ്രെയിം എൻ്റെ ഫ്യൂംസും അതുപോലെ വെൽഡിങ്ങിൻ്റെ സ്പാർക്കൊക്കെ നമ്മുടെ കണ്ണിലേക്ക് മുഖത്തേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കൈ നമുക്ക് ഹോട്ടാവാനുള്ള ചാൻസസ് ഉണ്ട് വെൽഡിങ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് വേണ്ട രീതിയിലുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് വേണം പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ഗ്ലൗസ് ഉപയോഗിക്കുക, അതുപോലെ തന്നെ ഷീൽഡ്, ഫേസ് ഷീൽഡ് ഉപയോഗിക്കുക. അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ ഷോക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ട എർത്തിങ് കൊടുത്തിരിക്കുക. അതുപോലെ തന്നെ ഇത് അതായത് പ്രത്യേകപരമായിട്ടുള്ള സ്ഥലത്ത് വേണം വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഓപ്പൺ ഫ്യൂംസൊക്കെ വെളിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സേഫ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ വെൽഡിങ് ചെയ്യാനുള്ള ഒരു പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ജോബ് ഇതുപോലെ നല്ല സേഫായിട്ട്, അതിന് സേഫ് വർക്കിംഗ് പ്രാക്ടീസ് എന്ന് പറഞ്ഞു. അത് നമ്മളെ ഓരോ സേഫ്റ്റിയിലും ഓരോ വർക്കിനും ഒരു പ്രൊസീജിയർ ഉണ്ടാക്കണം. ആ പ്രൊസീജിയർ അനുസരിച്ച് വേണം വർക്ക് ചെയ്യാൻ. ഇനിയിപ്പോൾ ഞാൻ പറയണേക്കെ ഇത് ഓരോ ജോബിനും ഇതുപോലെ സേഫ്റ്റി പ്രൊസീജിയറും സേഫ്റ്റി വർക്കിംഗ് നല്ല രീതിയിൽ വർക്ക് ചെയ്യണം, ഒരു മെത്തേഡ്സ് ഉണ്ടാക്കുക. ആ രീതിയിൽ വേണം വർക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്ക് സേഫ്റ്റി കുറേ അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്തെങ്കിലും നമുക്ക് സേഫ്റ്റി മാത്രം പോരാ ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം. നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ വെൽഡിങ് ജോബ് തന്നെ ചെയ്യണമെന്ന് വിചാരിക്കാം. ഒരു 5-6 വർഷം കഴിയുമ്പോഴത്തേക്കും അയാൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ബ്രീത്തിങ് പ്രോബ്ലം വരണം, ആസ്മാറ്റിക് പ്രോബ്ലം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലം. അപ്പോൾ ഇതെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഫ്യൂംസൊക്കെ നമ്മളിക്കാൻ വേണ്ടിയിട്ട് അയാൾ മാസ്കൊക്കെ ധരിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ചെറിയതായിട്ടുള്ളൊരു സംഗതി മുള്ളിൽ കൂടി കടന്ന് നമ്മുടെ ശ്വാസകോശത്തിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരണം. അതിനാണ് ഓക്യുപ്പേഷണൽ ഹെൽത്ത്, അല്ല ഓക്യുപ്പേഷണൽ സേഫ്റ്റി അല്ലെങ്കിൽ ഓക്യുപ്പേഷണൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അതായത് ആ ഒരു ഓക്യുപ്പേഷൻ കൊണ്ട് അവൻ്റെ ഹെൽത്തിനെ ബാധിക്കണം. അത് അങ്ങനെ അതും ഒരു സേഫ്റ്റിയുടെ ഒരു അസാഡ്, ഒരു സേഫ്റ്റിയുടെ ഒരു കാഴ്ചപ്പാടാണ് നോക്കേണ്ടത്. അത് കാരണമാണ് ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം. അതായത് നമ്മൾ ചെയ്യണ ഓക്യുപ്പേഷൻ കൊണ്ട് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് ഏത് രീതിയിലാണ്, അതെങ്ങനെ നമുക്കത് കുറയ്ക്കാം എന്നുള്ളതിനെ പറ്റി ഉള്ള ഒരു സ്റ്റെപ്പ് നമ്മൾ എടുക്കുന്നതാണ് ഈ ഹെൽത്തിൻ്റെ. സോ വാട്ട് ഈസ് ഹെൽത്ത്? ഇപ്പം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഫ്രീഡം ഫ്രം എനി ഡേഞ്ചറസ് കണ്ടീഷൻ. അപ്പോൾ ഹെൽത്ത് എന്ന് പറഞ്ഞാലോ നിങ്ങൾ ഉടൻ തന്നെ പറയും ആബ്സെൻസ് ഓഫ് എനി ഡിസീസ്. പക്ഷെ അതല്ല ശരിക്ക്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കലി, മെൻ്റലി ആൻഡ് സോഷ്യലി വെൽബീയിങ് ആയിരിക്കണം, വിത്തൗട്ട് എനി ഡിസീസ് ഇല്ലാതെ നമ്മൾ ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഹെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുക, സേഫ്റ്റി നോക്കുക, ഹെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇനി അടുത്ത് കൂടാതെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രീസിലൊക്കെ ഒരുപാട് പ്രോസസ്സാണ്. കമ്പസ്റ്റൻ പ്രോസസ്സ് ഉണ്ട്, അതുപോലെ തന്നെ പല ക്രഷിങ് പ്രോസസ്സ്. അപ്പോൾ ഇതിലൊക്കെ ഡസ്റ്റ് കണ്ടമാനം വരാം. അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രോസസ്സിൽ ചിലപ്പോൾ വാട്ടർ കണ്ടമാനം ഡിസ്ചാർജ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വാട്ടർ പൊല്യൂട്ട് ചെയ്യാം, സോയിൽ പൊല്യൂട്ട് ചെയ്യാം, എൻവയോൺമെൻറ്റ് പൊല്യൂട്ട് ചെയ്യാം. ഈ ഒരു പൊല്യൂഷനും വളരെയധികം കുറയ്ക്കുക എങ്കിൽ മാത്രമാണ്, അതായത് കണ്ടമാനം പൊല്യൂഷൻ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താ പറ്റണേ, അത് ആ ഒരു വർക്കേഴ്സ് ലെവലിൽ മാത്രമല്ല, കമ്പനിയിൽ മാത്രമല്ല, ആ സറൗണ്ടിങ് ഏരിയ മുഴുവനും ബാധിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ വർക്ക് ചെയ്യണം, ജീവിക്കാൻ ആൾക്കാർക്കൊക്കെ ഈ പുകയും കരിയും അതുപോലെയുള്ള കാർബൺ മോണോക്സൈഡൊക്കെ വാതകമൊക്കെ ശ്വസിക്കേണ്ടി വരും. അപ്പോൾ അതൊരു മിനിമം ലെവലിൽ കംപ്ലീറ്റ് എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട്. അതിൽ കൂടുതലാകാൻ പാടില്ല എന്നുള്ള സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് വെച്ച് വേണം നമ്മൾ കമ്പസ്റ്റൻ പ്രോസസ്സ് ചെയ്യുക. അതുപോലെ തന്നെ വാട്ടർ ക്വാളിറ്റിയുള്ള വാട്ടർ, ഇതിൽ അസിഡിറ്റി ആയിരിക്കും അല്ലെങ്കിൽ ആൽക്കലി ആയിരിക്കും, അത് ന്യൂട്രലൈസ് ചെയ്ത് വെച്ച് വേണം നമ്മൾ രണ്ടാമത് നദിയിലേക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാട്ടർ മറ്റുള്ള നല്ല വെള്ളത്തിൽ നദിയിൽ പൊല്യൂട്ട് ചെയ്യുക, ഈ ഇതൊക്കെ ചാവാനുള്ള, അതായത് മീനും അതുപോലെയുള്ള മത്സ്യങ്ങളും ഒക്കെ വെള്ളത്തിൽ ചാകാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ എയർ, വാട്ടർ, സോയിൽ വേണ്ട രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുക. അത് പെസ്റ്റിസൈഡ്സും അതുപോലെയുള്ള മറ്റുള്ള പ്ലാസ്റ്റിക് ഇങ്ങനെയുള്ളത് ഉപയോഗിച്ച് പൊല്യൂട്ട് ചെയ്യാതെ ഇരിക്കുക.
അപ്പോൾ ഇത് മൂന്നും കൂടി കറക്റ്റായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഇൻഡസ്ട്രി നല്ല രീതിയിൽ സർവേ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഇൻഡസ്ട്രി സർവേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സേഫ്റ്റി, ഹെൽത്ത്, എൻവയോൺമെൻറ്റ് ഇത് മൂന്നിനും വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഈ മൂന്നും വേണ്ട രീതിയിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ആ ഇൻഡസ്ട്രീസിൽ അവിടെ നല്ല ഒരു പ്രോഗ്രസ് ഉണ്ടാകും. വർക്ക് ചെയ്യാൻ ആൾക്കാർ വരും, അത് നല്ല ഒരു അവാർഡൊക്കെ കിട്ടും പിന്നീട്. അപ്പോൾ അത് കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സേഫ്റ്റി, ഹെൽത്ത്, എൻവയോൺമെൻറ്റ്. അത് കാരണമാണ് പല സ്ഥലത്തും ഇപ്പോൾ HSE ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ SHE ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ EHS ഡിപ്പാർട്ട്മെൻറ്റ് ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് അതേ രീതിയിൽ ഇത് ഇപ്പോൾ കണ്ടമാനം ഫേമസ് ആയിട്ട് എല്ലാ ഏരിയയിലും നോട്ട് ഓൺലി ഇൻഡസ്ട്രി മറ്റുള്ള സ്ഥലത്തൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു വിവരം തന്നിട്ടുള്ളൂ. ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് വരാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി പ്രയോജനമാവട്ടെ. ഇനി ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഇതൊരു കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് ഇത് നിങ്ങളെ ഓരോ ദിവസത്തെയും പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് എങ്കിലാണ് നിങ്ങൾക്കൊരു സേഫ്റ്റിയിൽ നല്ലൊരു വിവരം കിട്ടുള്ളൂ. ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയിൽ ഒരു വലിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ, സേഫ്റ്റി ഡേ ആൻഡ് ഹെൽത്തി ഡേ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ഗുഡ് ബൈ. താങ്ക് യു ടു എവരിബഡി.